ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെയും അതുപോലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള GK ക്വസ്റ്റ്യൻസിന്റെയും ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 50 സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 44 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ കിട്ടുന്ന മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അസർബൈജാൻ ആണ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം. അർക്ക, അനാമിക, കിരൺ. അർക്ക, അനാമിക, കിരൺ എന്നിവ താഴെ പറയുന്നവയിൽ ഏത് പച്ചക്കറിയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? അർക്ക, അനാമിക, കിരൺ എന്നിവ വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് അർക്ക, അനാമിക, കിരൺ എന്നിവ. ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം. ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 100 ആണ്. 100. ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 100. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം. എത്ര എണ്ണമാണുള്ളത്? 20 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. 20. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഏറ്റവും കുറവ് റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും കുറവ് റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസാർ സൈറ്റ് ഏതാണ്? ഏറ്റവും ചെറുത് രേണുക തണ്ണീർത്തടമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസാർ സൈറ്റ് ഏതാണ്? രേണുക തണ്ണീർത്തടം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചലിലാണ് രേണുക തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസാർ സൈറ്റാണ് രേണുക തണ്ണീർത്തടം എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? ഏറ്റവും വലുത് സുന്ദർബൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലുത് സുന്ദർബൻ ആണ്. സുന്ദർബൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏത്? സുന്ദർബൻ ആണ്. സുന്ദർബൻ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ 100ാമത്തെ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ 100ാമത്തേത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 100ാമത്തെ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? ജയ്പ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. ജയ്പ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ 100ാമത്തെ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 100ാമത്തെ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ജലവിതരണം ഇന്ത്യയിൽ ഏത് സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ജലവിതരണം ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ജലവിതരണം ദ്വിതീയ മേഖല. ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം
ലഡാക്കാണ് ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഗർഭാശയ ഗള ക്യാൻസറിനെ, അതായത് സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? ഗർഭാശയ ഗള ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏത്? HPV ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. HPV. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത്? സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് HPV. ജന്മന കേൾവി ശക്തിയില്ലാത്ത 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്ന പദ്ധതി ഏതാണ്? ജന്മന കേൾവി ശക്തിയില്ലാത്ത 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്നത് ശ്രുതി തരംഗം പദ്ധതിയിലൂടെയാണ്. പദ്ധതിയുടെ പേര് ശ്രുതി തരംഗം. ജന്മന കേൾവി ശക്തിയില്ലാത്ത 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്ന പദ്ധതി ശ്രുതി തരംഗം. ശൈശവ വിവാഹം തടയാൻ വേണ്ടി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഏത്? ശൈശവ വിവാഹം തടയാൻ വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പൊൻവാക്കാണ്. പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. എന്ത് തടയാൻ വേണ്ടിയിട്ടാണ്? ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് പൊൻവാക്ക്. അടുത്ത ചോദ്യം, താഴെ നൽകിയവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടത്: ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിക്കുന്നു, വായ്പകളുടെ നിയന്ത്രകനായിട്ട് പ്രവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു. റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവ എല്ലാം എന്താണ്? ശരിയാണ്. നോക്കാം പോയിന്റ്സ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ആണ്, റിസർവ് ബാങ്ക്. ഇനി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതോ റിസർവ് ബാങ്ക് ആണ്. വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. ഈ 4 പോയിന്റ്സും പ്രത്യേകം പഠിക്കുക. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷനാണ്. സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ധനകാര്യ കമ്മീഷൻ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നു. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ്. ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നു. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശ നൽകുന്നു എന്നിവ ശരിയാണ്. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആര്? മുനിചര്യ പഞ്ചകം. മുനിചര്യ പഞ്ചകം ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. മുനിചര്യ പഞ്ചകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് മുനിചര്യ പഞ്ചകം. അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്രത്തിന് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്രത്തിന് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. കാനഡ.
കൃഷി, മൃഗസംരക്ഷണം എന്നിവ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ്? കൃഷി, മൃഗസംരക്ഷണം. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ് കൃഷിയും മൃഗസംരക്ഷണവും. സ്റ്റേറ്റ് ലിസ്റ്റ് കൃഷി, മൃഗസംരക്ഷണം. കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം? മീനാക്ഷി കല്യാണം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. കേരളത്തില് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം. പാലക്കാട് ജില്ല. ഭാരതപ്പുഴയുടെ മക്കൾ. ഭാരതപ്പുഴയുടെ മക്കൾ ആരുടെ കൃതിയാണ്? ഭാരതപ്പുഴയുടെ മക്കൾ എന്നത് SP പൊറ്റക്കാടിന്റെ കൃതിയാണ്. SP പൊറ്റക്കാടിന്റെ കൃതിയാണ് ഭാരതപ്പുഴയുടെ മക്കൾ എന്നത്. SP പൊറ്റക്കാട്. കേന്ദ്ര സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം. കേന്ദ്ര സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏത്? ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണ്. ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണ് കേന്ദ്ര സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏത്? തന്നിരിക്കുന്നു. ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിന്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതി. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാകുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഈ ഡിസ്ട്രിക്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതി ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിന്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതി. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഈ ഡിസ്ട്രിക്ട്. ചുവടെ പറയുന്ന സംഭവങ്ങളെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തേതിൽ നിന്ന് ആദ്യത്തിലേക്ക് എന്ന രീതിയിൽ ശരിയായിട്ട് ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? മലബാർ കലാപം 1921. 1921. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ഏത് വർഷം? 1924. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷമാണ്? 1936. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇത് സ്ഥിരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ന പോലെ കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ്. മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവ. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഉത്തരം വരുന്നത് ഏതാണോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 4, 5, 2, 1, 3. ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, മലബാർ കലാപം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ആരാണ്? ജഹനാര ഷാനവാസ് ആണ്. ജഹനാര ഷാനവാസ് ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കർ 4-മനെ തൂക്കിലേറ്റിയ വർഷം 1599. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കർ നാലാമനെ തൂക്കിലേറ്റിയത് ഏത് വർഷമാണ്? 1600-ലാണ്. 1600-ലാണ് പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം. മറ്റേ പോയിന്റുകൾ കൂടി പഠിക്കുക. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498. ശരിയാണ്. 1604-ലാണ് ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധം ഏതാണ്? 1741-ലെ കുളച്ചൽ യുദ്ധം. കേരളത്തിൽ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഏതാണ്? കേരളത്തില് നിയമ സാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഏത്? ഒല്ലൂക്കര വില്ലേജ് ആണ്. ഒല്ലൂക്കര വില്ലേജ്. കേരളത്തില് നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഏത്? ഒല്ലൂക്കര വില്ലേജ് ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏതാണ്? മുംബൈ ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ. ഏത് രോഗവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചികിത്സയാണ് ഡോട്ട്സ്? ഡോട്ട്സ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ചികിത്സയാണ്? ക്ഷയമാണ്. ക്ഷയരോഗ ചികിത്സയാണ് ഡോട്ട്സ്. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഗ്യാസോലിൻ, പെട്രോൾ, ഹാർഡ് കോൾ, ആന്ത്രസൈറ്റ്, സോഫ്റ്റ് കോൾ, ബിറ്റുമിനസ് കോൾ, ബ്രൗൺ കോൾ, ലിഗ്നൈറ്റ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ശരിയാണ്. പെട്രോൾ, ഗ്യാസോലിൻ ശരിയാണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ശരിയാണ്. സോഫ്റ്റ് കോൾ, ബിറ്റുമിനസ് കോൾ ശരിയാണ്. ബ്രൗൺ കോൾ, ലിഗ്നൈറ്റ് ശരിയാണ്. ബ്രൗൺ കോൾ ഏതാണ്? ലിഗ്നൈറ്റ് ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്. വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. വെങ്ങാനൂർ. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ശരിയാണ്. തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്കു സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ശരിയാണ്. ഏതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്? ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനാണ്. സൈമൺ കമ്മീഷനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്. ഓർമ്മകളുടെ ഭ്രമണപഥം ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. ആരുടേതാണ്? നമ്പി നാരായണൻ. ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേര്? ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം. ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം. കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ദിവസവേതനം എത്രയാണ്? 401 രൂപയാണ്. VBG റാംജി പദ്ധതിയുടെ പുതിയ ദിവസവേതനം 401 രൂപ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനം കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്.
ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ എന്നാണ്. നീർത്തടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സ്ഥാനവിഹിതം എത്ര ശതമാനമാണ്? 40%. 40%. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം 40%. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കിൻഫ്ര. ഓപ്ഷൻ എ ആണ് ഉത്തരം, കിൻഫ്ര. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചതാര്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചതാരെയാണ്? KM വാസുദേവൻ നമ്പൂതിരി. KM വാസുദേവൻ നമ്പൂതിരി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഇക്കോളജിയാണ്. ഇക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. 20%. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ 20% നൽകുന്നു. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുകുകളാണ്? ഈഡീസ് ഈജിപ്തിയാണ്. ഈഡീസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡീസ് ഈജിപ്തിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിത ദാക്ഷായണി വേലായുധൻ. 1980 സുനിൽ ബത്ര ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് പൊതു താൽപര്യ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പൊതു താൽപര്യ ഹർജി. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നു. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 മാത്രം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറഞ്ഞത് തെറ്റ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? വല്ലഭായ് പട്ടേലാണ്. വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 ആണ്. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്? സ്നേഹക്കൂട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്നേഹക്കൂട്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. അവസാനത്തെ ചോദ്യം, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. ശരിയാണ്.
കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയാണ്. 50 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്